റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം മാത്രമല്ലല്ലോ, വഫാത്തായ മാസം കൂടിയല്ലേ. പിന്നെ എങ്ങനെ സന്തോഷിക്കാനാവും? സുഹൃത്തെ, ആ മുത്തനബി തന്നെ പറഞ്ഞത് എന്താണ്? ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും. എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണെന്നാണ്, നന്മയാണെന്നാണ് ഹദീസിൽ പറഞ്ഞത്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ഇവിടെ ചോദിച്ചത് ഹയാത്തി ഖൈറുൽ ലക്കും വഫാത്തി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതവും വഫാത്തുമൊക്കെ നിങ്ങൾക്ക് ഖൈറാണ്. കാരണം എൻ്റെ വഫാത്തിന് ശേഷവും നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നബിയെ വിളിച്ച് തേടിയാലും നബി അറിയും, സഹായിക്കും എന്നൊക്കെയാണ് ഈ ഒരു ഹദീസ് ധരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇസ്തിഗാസവാദികൾ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടതാണോ അല്ലേ, അതേപോലെ ഈ ഹദീസിൻ്റെ ആശയം എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഇമാം ഖസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ അറിയപ്പെട്ട തഹ്രീജാണ്. കാരണം ധാരാളം ദുർബലമായ വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അതിലൊക്കെ പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഇഹ്യാഇനെ നിരൂപണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനുള്ള ഹദീസുകൾ തഹ്രീജ് ചെയ്തുകൊണ്ട്, അതൊക്കെ റിപ്പോർട്ട് ചെയ്തത്, അതിലുള്ള ന്യൂനതകളും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അൽ മുഗ്നി അൻ ഹംലിൽ അസ്ഫാർ ഫി തഖ്രീജ് മാ ഫിൽ ഇഹ്യാഇ മിനൽ അഖ്ബാർ. അൽ മുഗ്നി എന്ന കിതാബ് എഴുതിയത് അൽ ഹാഫിദ് അബുൽ ഫضൽ അൽ ഇറാഖി റഹിമഹുല്ലാ, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഉസ്താദായ ഇമാം ഇറാഖിയാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ തഖ്രീജ് എഴുതിയത്. അതിൽ 4-ാം വാള്യം നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇഹ്യായിലെ ഒരു ഹദീസാണ് ഹയാത്തി ഖൈറുൽ ലക്കും വ മൗതി ഖൈറുൽ ലക്കും എന്ന ഈ ഹദീസ്. ഈ ഹദീസ് സംബന്ധിച്ച് അൽ ഹാഫിദ് അൽ ഇറാഖി പറയുന്നു, കാരണം ഇവിടെ താഴെ നൽകപ്പെട്ട ടെക്സ്റ്റിൽ അതിന് തുടക്ക ഭാഗം മാത്രമേ ഉള്ളൂ, എന്നാൽ അതിൻ്റെ ഇല്ലത്ത് പറയുന്ന ആ ഭാഗം കൊടുത്തിട്ടില്ല. അതായത് ഈ ഹദീസിൻ്റെ പരമ്പര സഹീഹാണെന്ന് പറഞ്ഞുകൊണ്ട് പല പണ്ഡിതന്മാരുടെയും ഉദ്ധരണികൾ ടെക്സ്റ്റിൽ നാം കണ്ടു. പക്ഷേ അതിൻ്റെ പല പൂർണ്ണമായ ഭാഗവും അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഹാഫിദ് അൽ ഇറാഖിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് താഴെ ടെക്സ്റ്റിൽ കണ്ടു, പക്ഷേ അതിൻ്റെ തുടക്ക ഭാഗം മാത്രമേ റിജാലുഹു റിജാലു സഹീഹ്, പരമ്പരയിലുള്ള റിജാല് സഹീഹായ റിജാലാണ്, റാവിമാരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ മുറിച്ചു കളഞ്ഞു. അതിൻ്റെ പൂർണ്ണ ഭാഗമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ചുവന്ന മഷി കൊണ്ട് നാം അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഉദ്ധരിക്കുന്നു, ഇല്ല അന്ന അബ്ദുൽ മജീദ് ഇബ്ൻ അബ്ദുൽ അസീസ് ഇബ്ൻ അബി റവാദ് എന്നാണത്, അച്ചടി പിശകാണ്, റാവ് കൊണ്ടുള്ള വാക്കാണത്. വഇൻ അഖ്റജ ലഹു മുസ്ലിമുൻ വസഖഹു ഇബ്നു മഈൻ വന്നസാഇ ഫഖദ് ضعفه കസീറൂൻ. അപ്പോൾ ഈ ഹദീസിൻ്റെ പരമ്പരയിലുള്ള റാവിമാരൊക്കെ സഹീഹ് മുസ്ലിമിലെ റാവിമാരാണെങ്കിലും, പക്ഷേ അബ്ദുൽ മജീദ് ഇബ്ൻ അബ്ദുൽ അസീസ് ഇബ്ൻ അബി റവാദ് എന്ന റാവി ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇബ്നു മഈൻ നസാഇം ഫിഖത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫഖദ് ضعفه കസീറൂൻ, ധാരാളം ഹദീസ് ഇമാമിയങ്ങൾ അദ്ദേഹം ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസ് തന്നെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് വഈഫായ പരമ്പരയോടുകൂടി. വറവാഹുൽ ഹാരിസ് ഇബ്നു അബി ഉസാമ ഫീ മുസ്നദിഹി മിൻ ഹദീസ് അനസ് ബിൻ നഹ്വിഹി ബിഇസ്നാദിൻ വഈഫ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു എന്നാണ് അറിയപ്പെട്ടത്. അതിൻ്റെ പരമ്പര വഈഫാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു മസ്ഊദിൻ്റെ ഹദീസായി ഉദ്ധരിച്ച റാവി ഈ അബ്ദുൽ മജീദ് എന്ന റാവിയാണ്. അബ്ദുൽ മജീദ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു അബി റവാദ് എന്ന റാവിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും നിരൂപണം ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് മഖ്റൂനൻ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് വേറെ റാവിയുടെ സഹായത്താലാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. അതല്ലാതെ അബ്ദുൽ മജീദ് ഇബ്നു അബ്ദുൽ അസീസ് എന്ന റാവി ഒറ്റപ്പെട്ട റിവായത്താണോ, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളിവിടെ കാണുന്നത് അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ തഅരീഫു അഹ്ലി തഖ്ദീസ് ബിമറാത്തിബിൽ മൗസൂഫീന ബിത്തദ്ലീസ് എന്ന കിതാബാണ്. അതായത് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു ന്യൂനതയാണ്, കുറവാണ്, ഒരു റാവി ഒരു ഹദീസ് ഒരു റിവായത്ത് ഉദ്ധരിക്കുമ്പോൾ അതിലുള്ള ന്യൂനതകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട്, അതൊന്നും വെളിപ്പെടുത്താതെ മറച്ചു പിടിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നതിനാണ് തദ്ലീസ് എന്ന് പറയുക. ഒരു ന്യൂനതയെ, ഒരു കുറവ്, ഒരു വീഴ്ച മറച്ചു പിടിച്ചുകൊണ്ട് ഹദീസ് ധരിക്കുക. ഒരു പക്ഷേ തൻ്റെ ഷെയ്ഖിന് കാര്യമായ ദുർബലതയുണ്ടാകും. അപ്പോൾ ഷെയ്ഖിൻ്റെ പേര് നേർക്ക് നേരെ പറയാതെ ഷെയ്ഖിൻ്റെ കുനിയത്തോ മറ്റോ ഒക്കെ അറിയപ്പെടാത്ത പേരുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിക്കുക. ഇതിനാണ് തദ്ലീസ് എന്ന് പറയുക. തദ്ലീസുള്ള റാവിക്ക് മുദല്ലിസ് എന്ന് പറയും. മുദല്ലിസായ റാവിമാരുടെ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അയാൾ വിശ്വസ്തനായിരിക്കണം. മാത്രമല്ല, എനിക്ക് ഈ ഷെയ്ഖ് പറഞ്ഞു തന്നു, ഹദ്ദസന, അല്ലെങ്കിൽ ഞാൻ സമയത്തു, ഞാൻ നേർക്ക് നേരെ കേട്ടു എന്ന് പറയണം. ആൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ഷെയ്ഖിൽ നിന്ന് ആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല. അതിനാണ് അൻഅനത്ത് പറയുക. മുദല്ലിസായ റാവിയുടെ അൻഅനത്ത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഹദീസിൻ്റെ ശാസ്ത്രത്തിൽ സ്ഥിരപ്പെട്ടൊരു നിയമമാണ്. അപ്പോൾ ഇവിടെ അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഈ തദ്ലീസുള്ള റാവിമാരെ പേരുകളും അവരെ സംബന്ധിച്ച് വിശദീകരിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു റാവിയാണ് ഈ അബ്ദുൽ മജീദ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു അബി റവാദ് അൽ മക്കി. ഇബ്നു ഹജർ പറഞ്ഞു, സദൂഖുൻ നുസിബ ഇലൽ ഇർജാഇ വഫീ ഹിഫ്ദിഹി ഷൈഉൻ. അദ്ദേഹം സ്വയം സത്യസന്ധനാണെങ്കിൽ തന്നെ ഇർജായിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുർജിഅത്തിൽപ്പെട്ട ഒരു ആളാണ്. മുർജിഅത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഈമാൻ ഉണ്ടെങ്കിൽ എത്ര തിന്മ ചെയ്താലോ ഒന്നും ഏശുകയില്ല, അതൊന്നും ശരിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ ടീമാണ് മുർജിഅത്ത്. ആ മുർജിഅത്തിൽപ്പെട്ട അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ ഷെയ്ഖ് അബ്ദുൽ മജീദ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു അബി റവാദ് അൽ മക്കി. വഫീ ഹിഫ്ദിഹി ഷൈഉൻ, അദ്ദേഹത്തിൻ്റെ ഹിഫ്ദിൽ ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ തകരാറുണ്ട്.
വനുസിബ ഇല തദ്ലീസി, തദ്ലീസിലേക്ക് അദ്ദേഹം ചേർക്കപ്പെട്ടു. അതായത് മുദല്ലിസായ റാവിയാണ് അദ്ദേഹം. വമിമ്മൻ ദക്കറഹു ഫീഹിമുൽ അലാഇ, അതായത് മുദല്ലിസുകളിൽ ഉൾപ്പെടുത്തിയ ഒരു പണ്ഡിതനാണ് അൽ ഹാഫിദ് അൽ അലാഇ. അപ്പോൾ അബ്ദുൽ മജീദ് ബിൻ അബ്ദുൽ അസീസ് എന്ന റാവിയെ സംബന്ധിച്ച് ഈ ഒരു ചർച്ചയുണ്ട്. അദ്ദേഹം മുദല്ലിസാണെന്നും അദ്ദേഹം മുർജി ആണെന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹിഫ്ദിൽ തകരാറുണ്ട് എന്നും ഒക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഈ അബ്ദുൽ മജീദ് എന്ന റാവിയുടെ മാത്രമാണ് ഉദ്ധരിക്കപ്പെട്ടത്. ഇമാം ബസ്സാർ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇബ്നു മസ്ഊദിന്റെ ഈ ഒരു ഹദീസ് റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് ഈ പരമ്പരയിലൂടെ മാത്രമാണ് ഉദ്ധരിക്കപ്പെട്ടത് എന്ന്. ആ പരമ്പരയിൽ ആരുണ്ട്? ഈ അബ്ദുൽ മജീദ് എന്ന റാവിയുണ്ട്. അദ്ദേഹം മുദല്ലിസാണ് ഇബ്നു ഹജർ പറഞ്ഞു, ഇമാം അലാഇ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഹിഫ്ദിൽ തകരാറുണ്ട് എന്നും ഇബ്നു ഹജർ കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് ഇമാം ഇറാഖി ഇഹ്യാ ഉലൂമിദ്ദീൻ തഖ്രീജ് എന്ന് പറഞ്ഞു, ഫഖദ് ദഅഫഹു കസീറൂൻ, ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതാണ് ഈ ഹദീസിന്റെ പരമ്പരയുടെ നിജസ്ഥിതി. ഈ ഹദീസിന്റെ പരമ്പരയിൽ ഈ ഒരു ന്യൂനതയുണ്ട്. ഇനി നമുക്ക് സഹോദരന്മാരെ, ഈ ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ഇതിന്റെ ആശയത്തിൽ ഇസ്തിഗാസയുണ്ടോ? ഒരിക്കലുമില്ല. എന്താണ് വിശദം പറഞ്ഞത്? എൻ്റെ ജീവിതമാകട്ടെ വഫാത്താകട്ടെ നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ വഫാത്തായി കഴിഞ്ഞാലും എനിക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ തുഅറദു അലയ്യ അഅമാലുക്കും എന്നാണ്. നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ എനിക്ക് കാണിക്കപ്പെടുന്നു. ഇത് കാണിക്കപ്പെടുന്നത് കർമ്മണി പ്രയോഗമാണ്. ഞാൻ കാണുമെന്നല്ല, കാണിക്കപ്പെടുന്നു. അതായത് ഒരു സംവിധാനം മുഖേന എനിക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ മലായിക്കത്തുകൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മലക്കുകൾ കാണിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയത് പ്രകാരം. അതിന് കൈഫിയത്ത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഇവിടെ കാണിക്കപ്പെടുന്നു പറഞ്ഞാൽ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് കാണിച്ചു കൊടുക്കും. അതാണ് ഈ കാണിക്കപ്പെടുന്നു പറഞ്ഞാൽ. ഇതേപോലെ തന്നെ വേറൊരു റിവായത്തുണ്ട്, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബക്കാർക്കും ബന്ധുമിത്രാദികൾക്കും കാണിക്കപ്പെടുമെന്ന്. അത് നേരിട്ട് കാണുന്നല്ല. അതും ശരിക്കും ചർച്ചയുണ്ട്. അത് സഹീഹാണ് വൈഫാണ് ചർച്ചയുണ്ട്. അത് സഹീഹാണെങ്കിൽ തന്നെ കാണിക്കപ്പെടുന്നു പറഞ്ഞാൽ നേർക്ക് നേരെ കാണുകയോ കേൾക്കുകയോ ഒന്നുമല്ല. ഇനി മാത്രമല്ല, അതിലെന്താണ് ഏറി വന്നാൽ ചില കർമ്മങ്ങളൊക്കെ ദിവസം കാണിക്കപ്പെടും. അങ്ങനെ തിന്മയാണെങ്കിൽ നബി വസല്ലം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ഇതിൽ ഒരു ഇസ്തിഗാസയുമില്ല. നബി വസല്ലം നേർക്ക് നേരെ കാണുകയോ കേൾക്കുകയോ അറിയുമെന്നും ഒരിക്കലും ആ ഒരു ആശയം ഈ ഹദീസിൻ്റെ മഅനയിൽ ഇല്ല. സഹോദരന്മാരെ, ഈ ഹദീസിൻ്റെ ആശയം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിസ്സാരമായൊരു കാര്യമല്ല. കാരണം ഇവിടെ ഈ കൂട്ടർ ഈ ഹദീസ് സഹീഹാണെന്ന് വരുത്തി തീർക്കുവാനും ആ ഹദീസിൻ്റെ ആശയത്തിൽ ഇസ്തിഗാസയുണ്ടെന്ന് വരുത്തി തീർക്കാനും പല ഉദ്ധരണികളും കൊടുക്കുന്നുണ്ട്. അതിൽ പലതും ദുർവ്യാഖ്യാനമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേന്ന് എനിക്കറിയില്ല, വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണത്. ആ കൂട്ടത്തിൽ അവർ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി ഷെയ്ഖ് കുലീനിയുടെ ഇബാറത്താണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, ആരാണ് ഈ കുലീനി? അപ്പോൾ ഇത് വായിക്കുന്ന സാധാരണക്കാരൻ വിചാരിക്കും മാഷാ അല്ലാഹ് അഹ്ലു സുന്നയിൽ പെട്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരിക്കും, ആ പണ്ഡിതൻ്റെ ഇബാറത്തല്ലേ നമ്മുടെ സഹോദരന്മാരൊക്കെ ഉദ്ധരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ ഈ കുലീനി എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ, നമ്മളൊക്കെ ഇമാം ബുഖാരി ഇമാം ഷാഫിഈ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഷിയാക്കൾ കൊണ്ട് നടക്കുന്ന അവരുടെ കടുത്ത ഷിയ റാഫിദിയായ ഷെയ്ഖായ അബൂ ജാഫർ മുഹമ്മദ് ബിൻ യാക്കൂബ് അൽ കുലീനിയുടെ ഇബാറത്താണ് ഇവിടെ ഈ ഹദീസ് വിശദീകരിക്കാൻ വേണ്ടി, അത് ഇസ്തിഗാസയ്ക്ക് തെളിവാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഷിയായിസവും ഈ പിഴച്ച സൂഫിസവും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് വെറുതെ പറഞ്ഞതല്ല. ഈ കുലീനിയുടെ ഇബാറത്ത് ഇവിടെ ഉദ്ധരിച്ചു. അപ്പോൾ അതാണ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവർക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഷിയാക്കളുടെ കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കേണ്ടി വരും. ഷെയ്ഖ് കുലീനി എന്ന് പറഞ്ഞിട്ട് അയാളുടെ റൗദത്തുൽ കാഫി എന്ന കിതാബിൽ നിന്നാണ് ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് അതിൻ്റെ മലയാളം കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിന്തിക്കണം നിങ്ങൾ, ഈ സൂഫിസത്തിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്ന അനാചാരങ്ങളും അതേപോലെ അന്ധവിശ്വാസങ്ങളൊക്കെ അത് എവിടുന്ന് വന്നു എന്ന്. പിന്നെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹദീസിൻ്റെ ആശയത്തിൽ ഇസ്തിഗാസയുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ ചർച്ച ചെയ്യാണ്. ഇത് നാം ഉദ്ധരിക്കുന്ന ഇവിടെ കിതാബ് എന്താണ്? ഇക്മാലുൽ മുഅല്ലിം എന്ന കിതാബാണ്. അതായത് ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർക്ക് അൽ ഖാദി ഇയാദിൻ്റെ കിതാബാണ് ഇക്മാലുൽ മുഅല്ലിം ബി ഫവായിദി മുസ്ലിം. അതിൻ്റെ പൂർത്തീകരണമാണ് അല്ലാമ മുഹമ്മദ് ഇബ്നു ഖിൽഫ അൽ ഉബ്ബി അൽ വഷ്താതി എന്ന പണ്ഡിതൻ, തൂനിസുകാരനായ പണ്ഡിതൻ എഴുതിയ കിതാബാണ് ഇക്മാലുൽ മുഅല്ലിം എന്ന ഗ്രന്ഥം. അത് 2ാം വാള്യം 30ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൗദിലേക്ക് ഒരു കൂട്ടം വിഭാഗം ആൾക്കാർ വെള്ളം കുടിക്കാൻ വരുമ്പോൾ തടുക്കപ്പെടും. മലായിക്കത്തുകളൊക്കെ അവരെ മാറ്റി നിർത്തുമെന്നാണ്. അപ്പോൾ എന്താണ്, അങ്ങനെ നബി അവരെ വിളിക്കും, അസ്ഹാബി അസ്ഹാബി, വേറെ റിവായത്തിൽ ഉമ്മത്തി എന്നൊക്കെ വിളിക്കുമ്പോൾ മലായിക്കത്ത് എന്ത് പറയും? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം അവരെന്താണ് ചെയ്ത് കൂട്ടിയെന്ന് താങ്കൾക്ക് അറിയില്ല എന്ന്. ഇത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, മുസ്ലിമിലെ ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലെ ഹദീസാണ്. താങ്കൾക്ക് ശേഷം എന്താണ് അവർ പുതുതായി കൊണ്ടുവന്നത്, ചെയ്ത് കൂട്ടിയത് എന്ന് താങ്കൾക്ക് അറിയില്ല എന്ന ഹദീസ് ബുഖാരിയിലാണ്. അപ്പോൾ ആ ഹദീസും ഇവിടെ നിങ്ങൾ കർമ്മങ്ങളൊക്കെ കാണിക്കപ്പെടുമെന്ന ഹദീസ് തമ്മിൽ വൈരുദ്ധ്യമുണ്ടല്ലോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണത്, മനസ്സിലായില്ലേ? അതായത് താങ്കൾക്ക് ശേഷം എന്താണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് താങ്കൾക്ക് അറിയില്ല എന്ന് ബുഖാരിയിലും മുസ്ലിമിലും. ഈ ഹദീസിൽ എന്താണുള്ളത്? എൻ്റെ വഫാത്തിന് ശേഷവും നിങ്ങൾ കർമ്മങ്ങൾക്ക് കാണിക്കപ്പെടുമെന്ന്. അപ്പോൾ എന്താണ് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം? ഖുൽതു ഖീല ഹുവ മുആരിദുൻ ലിഹദീസി തുഅറദു അലൈഹി അഅമാലുൽ ഉമ്മത്തി ഫിദ്ദുനിയ യൗമൽ ഖമീസി വയൗമൽ ഇത്നൈൻ ലിഅന്നഹു ലൗ അലിമ അഅമാലഹും ലം യുനാദിഹിം. അതായത്
ഈ ഒരു ബുഖാരിയിലെ മുസ്ലിമിലെ ഹദീസ് ഹയാത്തി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും എന്ന ഹദീസിന് വിരുദ്ധമാണല്ലോ, എതിരാണല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഇവിടെ കർമ്മങ്ങളൊക്കെ അറിയുമായിരുന്നുവെങ്കിൽ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. വ ഉജീബ, അതിനുള്ള ജവാബ് എന്താണ്, മറുപടി എന്താണ്? ബി അന്നഹ ഇന്നമാ തുഅറദു അലൈഹി അർബൻ മുജ്മല. ശ്രദ്ധിക്കണം, എന്താണ് ഹദീസിന്റെ ആശയം? നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ എനിക്ക് കാണിക്കപ്പെടുന്നു പറഞ്ഞാൽ ഒന്നാമത് നബി സല്ലല്ലാഹു കാണുകയില്ല, നേർക്ക് നേരെ കാണുകയില്ല, കാണിക്കപ്പെടുകയാണ്. ഇനി ആ കാണിക്കപ്പെടൽ തന്നെ എല്ലാ കർമ്മവും വിശദമായിട്ട് കാണുമെന്നാണല്ലോ, ആണോ? ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനം നബിക്ക് കാണിക്കപ്പെടുമെന്നാണോ? അല്ല, അർബൻ മുജ്മല, മൊത്തത്തിലൊരു റിപ്പോർട്ട് ഉമ്മത്തെ സംബന്ധിച്ച് ഒരു മൊത്തത്തിലൊരു റിപ്പോർട്ട് നബിക്ക് കാണിക്കപ്പെടും എന്നാണ്. എന്താണ് അർബൻ മുജ്മല? മൊത്തത്തിലൊരു കാര്യം കാണിക്കപ്പെടും. ഫയുഖാലു, അങ്ങനെ പറയപ്പെടുമെന്ന് നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അമിലത് ഉമ്മതുക ശർറൻ അമിലത് ഉമ്മതുക ഖൈറൻ വഅന്നഹാ തുഅറദു ദൂന തഅയീനി ആമിലിഹാ. ശ്രദ്ധിക്കണം, അതായത് മൊത്തത്തിലൊരു റിപ്പോർട്ട് നൽകപ്പെടും നബിക്ക്. താങ്കളുടെ ഉമ്മത്ത് ഇപ്പം ഷർറാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഖൈറാണ്, അങ്ങനെ പൊതുവായ ഒരു ആകത്തുക നബിക്ക് പറഞ്ഞു കൊടുക്കുന്നല്ലാതെ വഅന്നഹാ തുഅറദു ദൂന തഅയീനി ആമിലിഹാ, ഈ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വിശദമായി തഅയീനായി ഒരിക്കൽ നബിക്ക് കാണിക്കപ്പെടുകയില്ല. ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു, ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു, അങ്ങനെ തഅയീനായിക്കൊണ്ട് ഒരിക്കൽ നബിക്ക് കാണിക്കപ്പെടുകയില്ല എന്ന് ഇമാം ഉബ്ബി അദ്ദേഹത്തിന്റെ ശർഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ ചർച്ചയുണ്ട്. ആ ഹദീസിന്റെ പരമ്പരയിൽ അബ്ദുൽ മജീദ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു അബി റവാദി എന്ന റാവി, അദ്ദേഹത്തിന് തദ്ലീസുണ്ട്, പല പണ്ഡിതന്മാരും അദ്ദേഹം ദുർബലനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാത്രം ഒറ്റപ്പെട്ട ഒരു റിവായത്താണിത്. ഇബ്നു മസ്ഊദിന്റെ ഹദീസായി വേറെ ഒരു റാവിയും ഉദ്ധരിച്ചിട്ടില്ല, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ ചില കിതാബുകളിൽ പറയാറുണ്ട് തഫറദ ബിഹി അബ്ദുൽ മജീദ് മാത്രം ഒറ്റപ്പെട്ട റിവായത്താണോ അത് ന്യൂനതയുള്ള റിവായത്താണെന്ന് പണ്ഡിതന്മാർ പല കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത്, ഇനി ഹദീസ് വാദത്തിന് വേണ്ടി അത് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ പോലും ആ ഹദീസിൻ്റെ ആശയത്തിൽ ഇത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചില കാര്യങ്ങൾ, ഉമ്മത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കാണിക്കപ്പെടും, ആ റിപ്പോർട്ട് നൽകപ്പെടും. ഉമ്മത്തിന് ഇപ്പോൾ ഹൈറാണ്, ഉമ്മത്ത് ഇപ്പം ഹൈറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മത്തിന് ഷർറ് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു മുജ്മലായ ഇജ്മാലിയായ ഒരു റിപ്പോർട്ട്, ഒരു അർദ് നൽകപ്പെടും എന്ന് മാത്രമാണ്. പക്ഷേ തഅയീനായിട്ട് തഫ്സീലായിട്ട് കാണിക്കപ്പെടുകയില്ല എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് ശരിക്ക് അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശരിക്ക് ഈ മൊത്തത്തിൽ എല്ലാ ഉമ്മത്തിൽപ്പെട്ട എല്ലാ വ്യക്തികളുടെയും കാര്യങ്ങളൊക്കെ വിശദമായി അറിയാമെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലാ തദ്രി മാ അഹ്ദഥു ബഅദക എന്ന് മലക്കുകൾ പറഞ്ഞു കൊടുക്കൂല. ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുമ്പോൾ താങ്കൾക്ക് അറിയില്ലല്ലോ, താങ്കൾക്ക് ശേഷം അവർ പല കാര്യങ്ങളും മുഹ്ദസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം മലക്കുകൾ പറയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഹദീസുകൾ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട്, അതും ഇത് സഹീഹാണെങ്കിൽ മാത്രമാണ് ആ ഒരു ജംഇന്റെ ആവശ്യം. ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കാണും, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളുടെയും കർമ്മങ്ങൾ കാണും എന്നോ, അല്ലെങ്കിൽ കേൾക്കുമെന്നോ, അല്ലെങ്കിൽ ഇസ്തിഹാസ ചെയ്താൽ ഇസ്തിഹാസക്ക് ഉത്തരം നൽകുമെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്നോട് ഇസ്തിഹാസ ചെയ്യാമെന്നോ, ഇങ്ങനെ ഒരു ആശയവും ഈ ഹദീസിൻ്റെ മഅനയിൽ ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള കിതാബുകളിലൂടെ മനസ്സിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ദഅവത്ത് ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.